എയർ ഇന്ത്യ വിമാന അപകടത്തിന് ശേഷം പലതരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കുറെ പേർ നമ്മുടെ രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തി, മറ്റു ചിലർ എയർ ഇന്ത്യയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഇപ്പോഴും വാർത്തകൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, പ്രശാന്ത് സാർ, നമ്മുടെ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ തുർക്കിക്ക് പ്രധാന പങ്കുണ്ട്, അല്ലെങ്കിൽ തുർക്കിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ്. എത്രത്തോളം ശരിയാണ് ഈ വാർത്ത? അങ്ങനെ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങളെ ഭേദിച്ച് തുർക്കിക്ക് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്? അല്ല, അത്തരത്തിൽ ഇന്നലെ ഇവരുടെ ഫോറിൻ സിഇഒ അല്ലെങ്കിൽ തുർക്കിയാണ് ഈ ക്യാബിൻ വിൻസൺ എന്ന് പറയുന്ന ആള് പറയുന്നത് തുർക്കിക്ക് ഔട്ട്സോഴ്സിംഗ് കൊടുത്തിരിക്കുന്നു. അതായത് എയർ ഇന്ത്യയുടെ B777, B787-82 സീരീസ് എന്ന് പറയുന്ന വിമാനങ്ങൾ ടർക്കിഷ് ടർക്കിഷ് ടെക്നിക് എന്ന കമ്പനിക്ക് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നു. അതായത് അവരാണ് അതിന്റെ മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് ഇപ്പം ലോകത്തോട് വെളിപ്പെടുത്തുന്നതിനകത്ത് ഒരു പ്രത്യേക കാര്യമുണ്ട്. തുർക്കി മെയിൻ്റനൻസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ വിമാനമാണ് ഈ പറയുന്ന 787 ആണല്ലോ അവിടെ ഈ ഗുജറാത്തിൽ സംഭവിച്ച വിമാനം. ആ വിമാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 എഞ്ചിൻ ഉണ്ട്, നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഒരു എഞ്ചിൻ ബ്ലോക്ക് ആയാൽ ഓട്ടോമാറ്റിക് അടുത്ത എഞ്ചിൻ വർക്കായി തുടങ്ങും. അതുപോലെ കറണ്ട് വരാത്ത സംവിധാനം ഉണ്ടായാൽ വേറെ രീതിയിലേക്ക് കറണ്ട് വരും. അപ്പൊ എല്ലാ രീതിയിലും അപകട സാധ്യത ഇല്ലാത്ത ഒരു വിമാനം, മനസ്സിലായോ? അതിനു മുമ്പ് പരിശോധിച്ച ഒരു വിമാനം, യാതൊരു കാരണവശാലും സാധ്യതയില്ലാത്ത, ലോകത്തെ ഏറ്റവും കുറച്ച് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബോയിങ്ങിന്റെ വിമാനമാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത്. അപ്പം ഈ അപകടത്തിന്റെ പിറകിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഇതിനകത്ത് വളരെ ദീർഘമായിട്ട് വിചാരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ കഴിഞ്ഞ ദിവസം വേറൊരു സംഭവം കൂടി നമുക്ക് കൂട്ടി വായിക്കാം. അതിനുശേഷം ഈ തുർക്കിക്ക് പങ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കാനുള്ള കാരണം നമുക്ക് അതിനുശേഷം പറയാം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അപകടം എല്ലാവരും നേരിൽ കണ്ടല്ലോ, പൊട്ടിത്തെറിക്കുന്നത് കണ്ടല്ലോ, വിമാനം പോകുന്നത് കണ്ടല്ലോ, അവിടെ വിമാനം പൊട്ടി ലോകം മൊത്തമുണ്ട്. അപ്പൊ ഈ വിമാന ദുരന്തം വളരെ കൃത്യമായിട്ട് ഒരു 17 വയസ്സുകാരൻ ഈ വിമാനത്താവളത്തിന്റെ അടുത്തുള്ള ഒരു ഇരുനില കെട്ടിടത്തിൽ നിന്ന് കൃത്യമായി അത് ഷൂട്ട് ചെയ്തതായിട്ട് പോലീസിന് വിവരം ലഭിക്കുകയും, അതിനകത്ത് വലിയൊരു അത്ഭുതമുണ്ട്. ഈ 17കാരൻ ആ കെട്ടിടത്തിൽ വന്നത് വിമാന ദുരന്തം, അല്ലെങ്കിൽ ആ കെട്ടിടം വാടകയ്ക്ക് എടുത്തത് വിമാന ദുരന്തം ഉണ്ടാകുന്നതിന് 1 മണിക്കൂർ മുമ്പാണ്. അവിടെ കൃത്യമായിട്ട് വലിയ രാജ്യാന്തര വിമാനമാകുമ്പോൾ വളരെ കൂടുതലായിട്ട് വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അപ്പൊ ഇത് മാത്രം അവൻ എന്തുകൊണ്ട് ഇത്ര കൃത്യമായിട്ട് എടുക്കുന്നു? അല്ലെങ്കിൽ അത് ആ വിമാനം പറന്നുയരാൻ തുടങ്ങുന്ന തൊട്ട് ആ വിമാനം പറന്ന് വീഴുന്നത് വരെയുള്ള കാര്യങ്ങൾ എടുക്കുന്നു. ഇവനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യുന്നതിനകത്ത് അവരുടെ പണിക്കാരനായിട്ട് വന്നതാണ്. അവനിപ്പോ വിമാനം കണ്ടപ്പോ കൗതുകത്തോടു കൂടി ഇതെടുത്തതാണ്, ഞാൻ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി എടുത്തതാണെന്ന് അവൻ പറയുന്നു. ഞാൻ വിമാനത്താവളത്തിനടുത്താണ് താമസിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. പക്ഷെ ചോദ്യം ചെയ്യലിന്റെ പേര് വെളിവിട്ടിട്ടില്ല, അവന്റെ ഡീറ്റെയിൽസ് വെളിവിട്ടിട്ടില്ല. ചോദ്യം ചെയ്യലിനകത്തുനിന്ന് അവന്റെ ഭാഗത്തുനിന്ന് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ള രീതിയിൽ അധികൃതർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം അത് കൂടാതെ തുർക്കി കമ്പനി, നമുക്കറിയാമല്ലോ, ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം നമ്മുടെ രാജ്യത്തോട് ഹിന്ദുവിന് ശേഷം നമുക്ക് പല ഇടപാടുകൾ ഉണ്ടെങ്കിൽ പോലും, നമ്മൾ പലവട്ടം സഹായിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ആ രാജ്യത്തിന്റെ മാനസികാവസ്ഥ എത്തരത്തിലായിരുന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ ആ രാജ്യവുമായിട്ടുള്ള ഇടപാടുകളെല്ലാം നിർത്തിവെച്ചിരിക്കുന്നു. ടൂറിസം ഇടപാടുകൾ നിർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന ആപ്പിൾ വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. അവിടുന്ന് വരുന്ന ഈ പറയുന്ന പോലെ ഈ നമ്മുടെ വിമാനങ്ങളുടെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് സംവിധാനത്തിന്റെ അവരുടെ കമ്പനി ഉണ്ടായിരുന്ന സെരിബി ഏവിയേഷൻ എന്ന കമ്പനി, ആ കമ്പനിയുടെ പ്രവർത്തനം ഇനി വേണ്ടെന്ന് പറയുന്നത് അവർ കോടതിയിൽ പോയിട്ട് അത് അനുവദിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന. കോടതി വിധി വരുമ്പോൾ നമ്മൾക്ക് വീണ്ടും അത് തീരുമാനിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർക്ക് അനുകൂലം, അല്ലെങ്കിൽ അവർ വിട്ടുപോകേണ്ട അവസ്ഥ വരും. അതായത് എല്ലാ രീതിയിലും ആ രാജ്യത്തോട്, നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നത്തിന് കൂടെ നിൽക്കാതെ വന്നപ്പോൾ ആ രാജ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എയർ ഇന്ത്യ പോലെയുള്ള ഒരു വലിയ കമ്പനി, അവരെയും കുറ്റം പറയാനൊക്കത്തില്ല, അത് ഈ പറയുന്ന 777-ഉം 787-8 എന്ന് പറയുന്ന വിമാനത്തിന്റെ ഒക്കെ മെയിൻ്റനൻസിന് പ്രാപ്തമായിട്ടുള്ള കമ്പനി ഇന്ത്യയിലില്ല. അവർ വളരെ കാലത്തെ വെളിയിൽ കൊടുത്തിരിക്കുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ വിചാരിക്കും അത് നേരത്തെ മെയിൻ്റനൻസ് ചെയ്ത് വന്നതല്ലേ, ഇപ്പോഴല്ലേ പൊട്ടിത്തെറിച്ചത്. ഇത് നമ്മൾ വളരെ ദീർഘമായിട്ട് ഈ സംഭവങ്ങളെ പറ്റി അവലോകനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു രാജ്യത്തോട്, നമ്മൾ ആ രാജ്യത്തോട്
കയറ്റുമതി ഇറക്കുമതി നടത്തുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ രാജ്യത്ത് നമ്മളോട് ദീർഘമായിട്ട് വൈരാഗ്യമുണ്ടെങ്കിൽ ഇതുപോലുള്ള കമ്പനികൾ ആ വൈരാഗ്യത്തെ മുൻനിർത്തി നമ്മുടെ ആയിട്ടുള്ള വിമാനങ്ങളെയൊക്കെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉറ്റുനോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരവസ്ഥ. നിങ്ങൾക്കറിയാമല്ലോ കില്ലർ സ്വിച്ച് വിവാദം. അതായത് അമേരിക്കയുടെ ആയുധങ്ങൾ മേടിച്ചാൽ കില്ലർ സ്വിച്ച് ഫിറ്റ് ചെയ്ത് വിടുമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു ആരോപണം ഓർമ്മയുണ്ടോ? അതായത് നമ്മളിപ്പം ആർക്ക് ചോദിച്ചാലും അമേരിക്ക ആയുധം കൊടുക്കും, വിൽക്കും. അതിനുശേഷം ഇപ്പൊ ഉദാഹരണത്തിന് F-35 ആണല്ലോ ഏറ്റവും 5th ജനറേഷൻ വിമാനം, നമ്മൾ മേടിക്കുന്നു, ഓക്കെ, നമുക്ക് തന്നു. നമ്മൾ ഈ ഇതും കൊണ്ട് പാകിസ്ഥാനെ തന്നെ വേണ്ടി നാളെ ആ ഒരു ആവശ്യത്തിന് യുദ്ധത്തിന് പോകാം. നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള പാകിസ്ഥാന്റെ മുകളിൽ ചെന്നിട്ട് ബോംബിടുന്ന സമയത്ത് നമ്മുടെ വിമാനം, നമ്മുടെ വൈമാനികനോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ റൂമിനോ നിയന്ത്രിക്കാൻ പറ്റാതെ ഒരവസ്ഥ വരുന്നു, സ്ട്രക്ക് ആവുന്നു, അവിടെ നിന്ന് തറയിൽ വീഴുന്നു. ആരും അറിയത്തില്ല വിമാനം അവർ വെടിവെച്ചിട്ടാണെന്നോ അല്ലെങ്കിൽ സാങ്കേതിക തകരാറായിട്ട് താഴെ വീണതാണെന്നോ ഉള്ള ഇത് വരുന്നു. ഈ രീതിയിലേക്ക് ഏത് യുദ്ധോപകരണങ്ങൾ കൊടുത്താലും അമേരിക്ക കില്ലർ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്യുമായിരുന്നു പറഞ്ഞ ആരോപണം വന്നു. അവസാനം അമേരിക്ക തന്നെ പറയേണ്ടി വന്നു, അവരുടെ കമ്പനികൾ ഞങ്ങൾ കില്ലർ സ്വിച്ച് ഒന്നും ഫിറ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. കാരണം നമ്മുടെ രാജ്യത്തിന് ഒരു അനുഭവം ഉണ്ട്. കാർഗിൽ യുദ്ധ സമയത്ത് അവർ കൊടുത്തിരുന്ന കമ്മ്യൂണിക്കേഷൻ, അതായത് വയർലെസ് അല്ല, വയർലെസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടാളക്കാർക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി കൊടുത്തിരുന്ന ഒരു വയർലെസ് പലവട്ടം ഈ പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ നോക്കുമ്പോൾ സ്ട്രക്കായി പോയി. അവരെ വിചാരിച്ചു അത് സാങ്കേതികമായിട്ടോ അല്ലെങ്കിൽ വയർലെസിന്റെ എന്തെങ്കിലും കുഴപ്പമോ അല്ലെങ്കിൽ സാറ്റലൈറ്റിന്റെ കുഴപ്പമോ ഒക്കെയാണെന്ന് വിചാരിച്ചു. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അമേരിക്കയിൽ നിന്ന് അവർ ഓഫ് ചെയ്ത്. അതുപോലെ തന്നെ ഈ വിമാനങ്ങൾ തുർക്കിക്ക് നമ്മളോട് വൈരാഗ്യമുള്ള വളരെ ദീർഘമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അത്തരത്തിൽ അസാരസ്യങ്ങൾ ഉള്ള ഒരു രാജ്യമാകുമ്പോൾ നാളെ കാലത്തെ ഒരു ആവശ്യം വന്നാൽ, ഇപ്പൊ സിന്ധുവിന് ശേഷം തുർക്കിയുടെ പരാജയം, പാകിസ്ഥാന്റെ പരാജയം, ചൈനയുടെ പരാജയം, അപ്പൊ ആ ഒരു നല്ല വൈരാഗ്യത്തോടു കൂടി നമ്മൾ നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട രാജ്യത്തെ നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാണ്. നമ്മൾ പറഞ്ഞു വന്നത് തുർക്കിക്ക് വേണമെങ്കിൽ കില്ലർ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്യാം. അത് തുർക്കിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുമായിട്ട് ബന്ധം അല്ലെങ്കിൽ കുഴപ്പമുള്ള ഒരു രാജ്യം, നമ്മൾക്കുമായിട്ട് ഇപ്പൊ സൗഹൃദമുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യങ്ങൾ, ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളെ ഇത്തരത്തിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിനോ ഒക്കെ ഈ തന്നെ ഉദാഹരണത്തിന് തുർക്കിയുടെ കമ്പനി ഉണ്ട്, കമ്പനിയെ തുർക്കി സ്വാധീനിക്കുകയാണ്, അല്ലെങ്കിൽ തുർക്കിയുടെ കൂട്ട് അതേ അവസ്ഥയിലുള്ള പാകിസ്ഥാൻ സ്വാധീനിക്കുകയാണ്, അല്ലെങ്കിൽ മതമൂല്യവാദികൾ സ്വാധീനിക്കുകയാണ്, അല്ലെങ്കിൽ എയർ ഇന്ത്യ നശിപ്പിക്കുന്നതിനുള്ള ഡീപ് സ്റ്റേറ്റ് സ്വാധീനിക്കുകയാണ്. ഇങ്ങനെ സ്വാധീനിച്ചതിന് ശേഷം ആ കമ്പനിക്ക് ഇത്ര കോടി രൂപ തരാം, അല്ലെങ്കിൽ ഇത്രായിരം കോടി രൂപ തരാം. ഇതുപോലെ ഈ ഇവിടെ നിന്ന് മെയിൻ്റെനൻസിന് വരുന്ന എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് മൊത്തവും നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾക്ക് ഏത് സമയം ആഗ്രഹിക്കുന്ന സമയത്ത് തകർക്കാൻ കഴിയുന്നത് പോലെയുള്ള സംവിധാനം ആർക്കും അറിയാത്ത രീതിയിൽ അതിനകത്ത് ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കില്ലർ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്യണം. അപ്പൊ അത്തരത്തിലുള്ള സംവിധാനം സാങ്കേതിക വിദ്യക്കകത്ത് ഉൾപ്പെടുത്തി പോയാൽ ഒരുപക്ഷെ പരിശോധിച്ചാൽ പോലും മനസ്സിലാവാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഫിറ്റ് ചെയ്യാം. അപ്പം ഈ ഇതുപോലെ അവസരം വരുമ്പോൾ മാത്രം വിമാനം ഇത് ചെയ്താൽ മതി, എല്ലാ വിമാനങ്ങളുടെ ഒന്നിച്ചു വേണ്ട. ഇതുപോലെ ഇപ്പൊ തന്നെ തുർക്കിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലേ, അപ്പം അല്ലെങ്കിൽ പാകിസ്ഥാനെ ആക്രമിച്ചില്ലേ, തുർക്കിക്ക് വേണ്ടപ്പെട്ട സുഹൃത്തല്ലേ പാകിസ്ഥാൻ. അപ്പൊ അതിന് തിരിച്ചടി തരുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഇപ്പൊ തന്നെ ഇന്ന് നമ്മളിപ്പോ സംസാരിക്കുന്നതിന് മുമ്പ് 4 വിമാനമാണ് എയർ ഇന്ത്യയുടെ മിസ്റ്റേക്ക് ആയിരിക്കുന്നത്. ഒരെണ്ണത്തിന്റെ വിമാനത്തിന്റെ വീല് കത്തിയിരിക്കുന്നു, മറ്റു ചില വിമാന സാങ്കേതിക തകരാറ് കൊണ്ട് ഇറക്കിയിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് അട്ടിമറി ഉറപ്പാണ്. എയർ ഇന്ത്യയുടെ മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വേണമെങ്കിൽ പറയാം എയർ ഇന്ത്യ കുഴപ്പമാണ്, എയർ ഇന്ത്യ കൊള്ളത്തില്ല എന്ന് പറയിക്കുന്നതിന് വേണ്ടിയല്ലേ? അല്ലെ എയർ ഇന്ത്യയിൽ ഇനി ആൾക്കാർ കയറണ്ട, എയർ ഇന്ത്യയിൽ കയറിയാൽ ജീവഹാനി സംഭവിക്കും, എയർ ഇന്ത്യ സുരക്ഷിതമല്ല, അപ്പൊ എയർ ഇന്ത്യയുടെ പുറകിലുണ്ട്. മാത്രമല്ല ഇതിനകത്ത് രാജ്യങ്ങൾ വേണ്ട, എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ 1000-ഓളം പുതിയ വിമാനങ്ങൾ ഇറക്കാൻ പോവാ. ആരുമാടാ മത്സരിക്കുന്നേ? ലോക നിലവാരത്തിലുള്ള വലിയ വിമാന കമ്പനിയോടാണ് എയർ ഇന്ത്യ മത്സരിക്കുന്നേ, അല്ലെങ്കിൽ ഇന്ത്യ മത്സരിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണല്ലോ നമ്മൾ കണ്ടാൽ പേജർ സ്ഫോടനം എന്തോ തലേന്ന് ഈ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹിസ്ബുള്ള അല്ലായിരുന്നല്ലോ അന്ന് പേജർ സ്ഫോടനം ഉണ്ടാക്കിയ പ്രോക്സികൾ ഹിസ്ബുള്ള അന്ന് എന്താണ് സംഭവിച്ചത്? ഹിസ്ബുള്ളക്ക് പേജർ സ്ഫോടനം, പേജർ എത്രയോ കാലം മുമ്പ് മേടിച്ചതാ, കൊല്ലങ്ങൾക്ക് മുമ്പ് മേടിച്ചതാ. പക്ഷെ അവരുടെ ഇടയിലേക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി നോക്കിയിരുന്നു മൊസാദ്. പേജറിന്റെ ഓർഡർ മേടിച്ചു. പേജറിന്റെ ഓർഡർ അവർക്ക് ഏത് കമ്പനിക്ക് കൊടുക്കുന്ന രീതിയിൽ വ്യാജ കമ്പനി ഉണ്ടാക്കി. എന്നിട്ട് ആ കമ്പനിക്ക് അകത്ത് നിന്നുകൊണ്ട് അവർ സാധനം ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ഇഷ്ടമുള്ളോ പൊട്ടിക്കേണ്ട ഒരവസ്ഥ വന്നു. അവർക്കറിയാം എന്നായാലും ഈ പറയുന്ന മൊസാദ് അല്ലെങ്കിൽ ഹമാസ് അല്ലെങ്കിൽ
ഹിസ്ബുള്ളയും അല്ലെങ്കിൽ ഹൂത്തികളും ഒക്കെ നമ്മുടെ ശത്രുക്കൾ. അവരേതെങ്കിലും സമയത്ത് അവസരം കിട്ടുമ്പോൾ അവർക്കെതിരെ പ്രയോഗിക്കണം. അങ്ങനെ പ്രയോഗിച്ചാലേ അന്ന് അത് ഇതുപോലെ തലേന്നുള്ളതല്ലല്ലോ. അതുപോലെ തന്നെ ഈ മെയിൻ്റനൻസിന് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്ന കമ്പനി തുർക്കി കമ്പനി ആണെങ്കിൽ, തുർക്കി നമ്മളുമായിട്ട് സൗഹൃദമുണ്ടെങ്കിൽ തന്നെയും നമ്മളുമായിട്ട് യഥാർത്ഥ സുഹൃത്തല്ലാത്ത സ്ഥിതിക്ക് അവർ ഇത്തരത്തിൽ അവസരം കിട്ടുവാണെങ്കിൽ വിമാനത്തിൽ കില്ലർ സ്വിച്ചുകളോ അല്ലെങ്കിൽ ഈ വിമാനം സ്ട്രക്ക് ആവുന്ന രീതിയിലോ സ്ഫോടനം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഉള്ള സംവിധാനത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അത് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ്. അതിനകത്ത് അതിന്റെ മെക്കാനിസം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അത്തരത്തിൽ ഇതുപോലെ വിശ്വാസയോഗ്യമല്ലാത്ത കമ്പനികൾ, രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഒരുപക്ഷെ ഉണ്ടാകാം. ആ രീതിയിലേക്കും കാര്യങ്ങൾ ഇപ്പൊ അവരുടെ ഫോറിൻ സിഇഒ ഈ പറയുന്ന എയർ ഇന്ത്യയുടെ ഫോറിൻ സിഇഒ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ വെളിപ്പെടുത്തിയ ഈ 2 വിമാനങ്ങളും ഞങ്ങൾ തുർക്കി യിലാണ് മെയിൻ്റെനൻസ് ചെയ്യുന്നത്. ഇതിനുള്ള സംവിധാനം ഇന്ത്യക്കില്ല, ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് പറയണമെങ്കിൽ അവർക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു സംശയം വേണമല്ലോ. സംശയമില്ലാതെ പറയത്തില്ലല്ലോ. അപ്പം ഇതിനകത്ത് നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, ഒരു 17കാരൻ 1 മണിക്കൂറിന് മുമ്പ് അവിടെ തന്നെ വന്നൊരു വീടെടുക്കുന്നു. ആ വീടിനകത്ത് നിന്ന് മൊബൈൽ അവന്റെ ആ ചിത്രം പകർത്തുന്നു. അയാളെ ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. അതിന്റെ വ്യക്തമായ തെളിവുകളൊന്നും വെളിയിൽ വിടുന്നില്ല. വേറെ ചിലതിനകത്ത് ഇത്രയും വലിയ അത്യാഘാതം സംഭവിച്ച ഒരു വിമാനത്തിനകത്തു നിന്ന് ഒരാൾ മാത്രം വെളിയിൽ പോകുന്നു. അയാൾ ബ്രിട്ടീഷ് പൗരനാകുന്നു. അയാൾ നിരപരാധിയായിരിക്കാം. പക്ഷെ നിരപരാധി ആണോ ഇല്ലയോ എന്നുള്ളതിന് ഇതിനകത്ത് വ്യക്തതയില്ല. അയാൾ മാത്രം അങ്ങനെ ആ വിമാനത്തിൽ നിന്ന് വെളിയിൽ വരുന്നേ. അതിനകത്തൊക്കെ സംശയിക്കേണ്ടിരിക്കും. ഇതുപോലെ തന്നെ ഇപ്പൊ തുർക്കിയുടെ കാര്യം സിഇഒ പറയുന്നു. തുർക്കി കമ്പനിയാണ് ഈ പറയുന്ന നമ്പറിലുള്ളതും വേറെ നമ്പറിലുള്ളതുമായിട്ടുള്ള 2 വിമാനങ്ങൾ മെയിൻ്റെനൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഔട്ട്സോഴ്സ് കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള സാങ്കേതിക വിദ്യയില്ല. അപ്പൊ നമ്മൾക്ക് അട്ടിമറി തന്നെ. കാരണം നിരന്തരമായിട്ട് അതിന് മുമ്പത്തെ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ടോക്കിൽ പറഞ്ഞു, അതിന് മുമ്പ് ചെന്നൈയിൽ വിമാനത്തിലേക്ക് അല്ലെങ്കിൽ പൈലറ്റിന്റെ കണ്ണിലേക്ക് ലേസർ കിരണങ്ങൾ ഏൽപ്പിച്ചതായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലാൻഡിംഗ് സമയത്ത് ബന്ധപ്പെട്ട ഒരു കേസ് നിൽക്കുന്നു. ഇന്നിപ്പം ഈ പറയുന്ന നമ്മൾ ഈ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 വിമാനങ്ങൾ എയർ ഇന്ത്യയുടെ സാങ്കേതിക തകരാറ് മൂലം തകരയിലിറങ്ങി. അതിന്റെ ഒരെണ്ണത്തിന്റെ ടയറിൽ തീ കത്തി. ആ തീ കത്തിയത് അണച്ച തന്നെ 20 മിനിറ്റ് കൊണ്ടാണ്. അപ്പൊ എയർ ഇന്ത്യയുടെ പുറകിൽ ആരോ ഉണ്ട്. ഈ അട്ടിമറി ഇതൊരു അട്ടിമറിയാവാനുള്ള സാധ്യത വളരെ കൂടുതൽ. സ്വാഭാവികമായിട്ടുള്ള ഒരു അപകടമാകാൻ സാധ്യതയില്ല. കാരണം ഈ വിമാനങ്ങൾ അത്തരത്തിൽ അപകടപ്പെടുന്ന വിമാനങ്ങളല്ല. അതൊക്കെ നേരത്തെ ഇന്നത്തെ ഞാൻ പറഞ്ഞതുപോലെ അപകടപ്പെടാൻ സാധ്യതയുള്ള വിമാനങ്ങളല്ല. അപ്പം തുർക്കി കമ്പനി ഏൽപ്പിച്ച് കില്ലർ സ്വിച്ചുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിൽ കൂടി ഈ വിമാനത്തെ അപകടപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അന്വേഷണം വളരെ കൃത്യമായിട്ട് നടത്തേണ്ടതുണ്ട്. കാരണം എയർ ഇന്ത്യക്കുമെതിരെ പാകിസ്ഥാൻ, തുർക്കി, അസർബൈജാൻ അല്ലെങ്കിൽ ചൈന, അതുപോലെ മതമൂല്യവാദികൾ, പാശ്ചാത്യ മതമൂല്യവാദികൾ, ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ ഒരു വെളിയിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ഇന്ത്യ തകർക്കുന്നതിന് വേണ്ടി നീങ്ങുന്നുണ്ട്. അവർ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ തകർക്കുന്നതിന് വേണ്ടി നീങ്ങുന്നുണ്ട്. അവർ ഇന്ത്യ തകർക്കുന്നതിന്റെ ഭാഗമായിട്ട് എയർ ഇന്ത്യയുടെ പുറകിൽ വളരെ കാലമായിട്ട് നിന്ന് എയർ ഇന്ത്യയെ മോശപ്പെടുത്തുകയും എയർ ഇന്ത്യയെ അല്ലെങ്കിൽ ലോകത്തുടനീളം എയർ ഇന്ത്യ എന്ന് പറയുന്ന വിമാന കമ്പനി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം ഈ അവസരം ഒരുപക്ഷെ സിന്ദൂറിന് ശേഷം വന്ന ഈ വിമാന അട്ടിമറികളും നമ്മുടെ കപ്പൽ ദുരന്തങ്ങളും അല്ലെങ്കിൽ ട്രെയിൻ അപകടങ്ങളും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ ആരോ ഉണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഗുജറാത്തിൽ നടന്ന വിമാന അപകടം സ്വാഭാവികമല്ല. അതിന്റെ പുറകിൽ ഒരു അട്ടിമറി അത് തന്നെയാണ് ബലപ്പെട്ടു വരുന്നത്. അതാണ്. എന്തായാലും അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന് പിന്നിൽ തുർക്കിയുടെ കരങ്ങളുണ്ടോ എന്നുള്ള തരത്തിലും മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നുണ്ട്. എത്രത്തോളം ശരിയാണ് പുറത്തുവരുന്ന വാർത്തകൾ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ സാധിക്കും. പക്ഷെ പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ എയർ ഇന്ത്യക്ക് പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ 2 ദിവസങ്ങളിലെ, പ്രത്യേകിച്ച് ഇന്ന് എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് നേരെയുണ്ടായ അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന സാങ്കേതിക തകരാറുകളെയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ആർക്കും തോന്നാവുന്ന സംശയം കൂടിയാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.